ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചീങ്കക്കല്ലിലെ ഗീതയുടെയും സരോജിനിയുടെയും വീടുപണി വീണ്ടും മുടങ്ങുമോ എന്ന ആശങ്ക. ITDP പണം നൽകാത്തതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. പട്ടികവർഗ വികസന വകുപ്പ് അധികൃതർ നേരത്തെ നൽകിയ പണം ആദിവാസികളുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതാണ് വർഷങ്ങളായി വീടുപണി പുനരാരംഭിക്കാൻ തടസ്സമായത്. ഒരു വർഷത്തിലേറെയായി എല്ലാ രേഖകളും ശരിയാക്കി ചിങ്കക്കല്ല് ആദിവാസികൾക്ക് വീട് പണിക്ക് അനുമതി നൽകിയെങ്കിലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പണം പോലും ഇവർക്ക് തിരികെ നൽകിയിട്ടില്ല. ചോക്കാട് ചിങ്കക്കല്ല് ആദിവാസി നഗറിലെ ഗീതയുടെയും സരോജിനിയുടെയും വീട് നിർമ്മാണമാണ് ഇപ്പോഴും തുടങ്ങാൻ കഴിയാത്തത്. വീടിന്റെ ചുമർ നിർമ്മാണം ഇതുവരെ തുടങ്ങാനാകാത്തത് ആദിവാസികളെ വീണ്ടും പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. വീടിന്റെ തറ പരിശോധിക്കുകയും തറയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് മണ്ണ് നിറയ്ക്കണമെന്ന നിർദ്ദേശം 2 കുടുംബങ്ങൾക്കും നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും മാസങ്ങളായി പണത്തിനു വേണ്ടി ആദിവാസികൾ കാത്തിരിക്കുകയാണ്. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി നടക്കുന്ന വ്യവഹാരങ്ങൾക്കൊടുവിലാണ് ഇവർക്ക് വീട് നിർമ്മാണത്തിന് അനുമതി നൽകിയത്. 10 വർഷം മുൻപാണ് ഇവിടെ വീട് പണി തുടങ്ങിയത്. വീട് നിർമ്മിക്കുന്നത് വനഭൂമിയിലാണെന്ന് പറഞ്ഞ് വനം വകുപ്പ് അന്ന് നിർമ്മാണം തടഞ്ഞു. 1.5 ലക്ഷത്തോളം രൂപ വീതം 2 കുടുംബങ്ങൾക്കും അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് 10 വർഷം മുൻപ് ഗീതയും സരോജിനിയും വീടിനു വേണ്ടി തറ നിർമ്മിച്ചത്. 2ാം ഗഡു വാങ്ങാനെത്തിയപ്പോഴാണ് ഇവരുടെ അക്കൗണ്ടിൽ നിന്നും ITDP പണം പിൻവലിച്ചത്. തുടർന്ന് നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ നിർമ്മാണാനുമതി ലഭിച്ചത്. വീട് നിർമ്മാണത്തിന് അനുമതി ആയിട്ടും ഫണ്ട് യഥാസമയം അക്കൗണ്ടിൽ എത്താത്തത് വീണ്ടും ഇവർക്ക് കടുത്ത നിരാശയിലേക്ക് വഴിമാറാനിടയായി. പദ്ധതി നഷ്ടമാവുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വീടിനായി നിർമ്മിച്ച തറയോട് ചേർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയ ഷെഡിലാണ് ഗീതയും ഭർത്താവും 2 മക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. സരോജിനിയുടെ കുടിൽ ജീർണിച്ച് ഏതു നിമിഷവും നിലംപൊത്താറായ അവസ്ഥയിലുമാണ്. ITDP അധികൃതരുടെ അനാസയാണ് പണം ലഭിക്കാതിരിക്കാൻ കാരണമെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.